ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇത്തവണത്തെ ഓപ്ഷന് മുന്നേ സുപ്രധാനമായ ഒരു കൈമാറ്റം ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിരുന്നു. അതായത് മലയാളി താരമായ സഞ്ജു സാംസണെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. പകരം സാം കറൻ, രവീന്ദ്ര ജഡേജ തുടങ്ങിയ താരങ്ങളെ അവർ രാജസ്ഥാൻ റോയൽസിന് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഖ്യ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിംഗ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സഞ്ജുവിനെ കൊണ്ടുവന്നത് എന്നതിനുള്ള രണ്ട് കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് പൊസിഷൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് സഞ്ജുവിനെ കൊണ്ടുവന്നത്. കൂടാതെ ധോണിയുടെ ഒരു പിൻഗാമിയായിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നാണ് ഫ്ലെമിംഗ് പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി സഞ്ജു സാംസൺ ഓപ്പണർ ആയിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ ഉണ്ടാകും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെമിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സഞ്ജുവിനെ കൊണ്ടുവരാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് അവിടെ കൈവന്നു. ഞങ്ങളുടെ ഓപ്പണിംഗ് ഞങ്ങൾ കുറച്ചുകൂടി ശക്തി വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. കൂടാതെ കുറച്ചു കഴിഞ്ഞാൽ MS ധോണി ടീമിൽ നിന്നും മാറി നിൽക്കും. അതുകൊണ്ടാണ് സഞ്ജുവിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ റോളുകൾ ഫിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള താരമാണ് സഞ്ജു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓപ്പണർ ആയിക്കൊണ്ട് സഞ്ജു സാംസൺ ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഓപ്പണർ ആയിക്കൊണ്ട് നല്ല റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും ഇന്ത്യയുടെ ദേശീയ ടീമിന് വേണ്ടിയും ഓപ്പണർ ആയിക്കൊണ്ട് T20യിൽ മികച്ച പ്രകടനം സഞ്ജു നടത്തിയിട്ടുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തീരുമാനം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.